നടൻ ടിനി ടോമിനെതിരെ തുറന്നടിച്ച അൻസിബ ഹസൻ. അമ്മയിൽ നിന്ന് രാജിവെക്കാൻ കാരണം ടിനി ടോം ആണെന്ന് അൻസിബ വെളിപ്പെടുത്തി. ആരോട് സംസാരിച്ചാലും അവിഹിത കഥകൾ ഉണ്ടാക്കും, ജിഹാദി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അൻസിബയുടെ വാക്കുകൾ ഇങ്ങനെ: അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയുമായി എതിരില്ലാതെയാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം ആ കമ്മിറ്റിയിൽ ചെന്നത് മുതൽ വലിയ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. മുൻ ജോയിന്റ് സെക്രട്ടറിയുമായി അവിഹിതം ഉണ്ടെന്ന തരത്തിൽ കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും മാനസിക പീഡനങ്ങളായിരുന്നു. ഡിന്നർ പാർട്ടിയൊക്കെ നടത്തിയതിനു ശേഷം ടിനി ടോമേടൻ ഭയങ്കരമായി സെക്രട്ടറിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വാട്സപ്പ് ചാറ്റിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇതുപോലെ വേദനിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ? എല്ലാവരും കൂടിയല്ലേ തീരുമാനമെടുത്തത്? എന്നിട്ട് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. ഒരു സ്ത്രീയെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നാണമില്ലേ എന്ന് ചോദിച്ചു. അന്ന് മുതൽ എൻ്റെ അടുത്ത് വലിയ വൈരാഗ്യമാണ്. ഞാൻ കേൾക്കുന്നത് എനിക്കെതിരെയുള്ള അവിഹിത കഥകളാണ്. ലോകത്തിനി എനിക്ക് അവിഹിതമില്ലാത്ത ആരുമുണ്ടാകില്ല. ഞാൻ ഇതൊന്നും നേരിട്ട് കേൾക്കുന്നില്ല, മറ്റുള്ളവർ വഴിയാണ് ഞാനിത് അറിയുന്നത്. ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണല്ലോ അവിഹിത കഥകൾ. അതാകുമ്പോൾ ഒരു പെണ്ണിനെ എളുപ്പം തകർക്കാം. അത് കഴിഞ്ഞ് അമ്മയുടെ കുടുംബസംഗമം വന്നു. അതിന് ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രം അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിതുവരെ ഒരു മതസംഘടനയുടെ പേരും ഇതുവരെ കയറിയിട്ടില്ല, സംഭാവനയായി വാങ്ങിക്കാം. ടൈറ്റിൽ സ്പോൺസർഷിപ്പ് പറയരുത്. കഴിഞ്ഞ ഇത്രയും കാലമായി അമ്മയിൽ അങ്ങനെയില്ല. ക്ഷേത്രമാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും നമുക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയിലെ മതസൗഹാർദ്ദം തകർക്കരുത്. ഞാൻ ഒരാൾ നോ പറഞ്ഞാലും വിചാരിച്ചാലും കമ്മിറ്റിയിൽ ഭൂരിഭാഗം അതിനോട് യെസ് പറഞ്ഞാൽ ആ തീരുമാനമല്ലേ നടക്കുക. പിന്നെ ഞാൻ യെസ് പറയണമെന്ന് നിർബന്ധം എന്തിനാണ്? എന്നെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കുന്നു പലരും. ക്ഷേത്രം ഞങ്ങൾക്ക് സംഭാവന നൽകാൻ തയ്യാറായിരുന്നു. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. എന്നെ ഇവരെല്ലാവരും കൂടെ മത തീവ്രവാദിയാക്കി. ടിനിച്ചേട്ടൻ ഞാൻ ജിഹാദിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ വരെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചെന്നും കമ്മിറ്റി അംഗങ്ങൾ പലരോടും പറഞ്ഞു. നീനാക്കുറുപ്പാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞത്. എൻ്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ട് മാത്രമല്ല ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ നോക്കി എന്നൊക്കെ പറയുന്നത്. കുടുംബസംഗമത്തിന്റെ തലേ ദിവസം നീന ചേച്ചിയുടെ എന്തോ വഴക്കായി. ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും ചേർത്ത് ടിനിച്ചേട്ടൻ തെറി വിളിച്ചു. അത് കയ്യങ്കളിയിലേക്ക് പോകുന്ന അവസ്ഥയായി. ടിനി ടോം വൃത്തികെട്ട രീതിയിൽ നീനാക്കുറുപ്പിനെ തെറി വിളിച്ചിട്ടുണ്ട്. നീനാക്കുറുപ്പിനെ അടിക്കാനായി ടിനി ടോം കൈ ഓങ്ങിയിട്ടുണ്ടെന്നും അറിഞ്ഞു. ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ സംഘടനയ്ക്ക് ചീത്തപ്പേര് വരുമോ? എന്റെ കരിയറിനെ കഴിഞ്ഞു. ടിനി ടോമാണ് രാജിവെക്കാനുള്ള കാരണമെന്ന് അമ്മയിലെ മുതിർന്ന അംഗങ്ങൾക്കെല്ലാം വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. എന്റെ ധാർമ്മികതയുടെ പേരിലാണ് ഞാൻ രാജിവെച്ചത്.